ഒരു ജനതയുടെ വിശ്വാസ സംഹിതകളിലേക്കാണ് ഈ ആഴ്ച നമ്മൾ യാത്ര തിരിക്കുന്നത്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ, അതാണല്ലോ മതഗ്രന്ഥങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് അമ്പലത്തുംകാവ് ശ്രീഭദ്രകാളി ക്ഷേത്രം. ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങൾ നാടെങ്ങും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് അമ്പലത്തുംകാവ് അമ്പലമുകൾ അമ്പലത്തുംകാവ് ഭദ്രകാളി ടെമ്പിളാണ്. ഇത് ഇവിടെ വളരെ ചില കമ്പനി പല പ്രാവശ്യം വിചാരിച്ചിട്ട് പോലും എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. എന്നുവെച്ചാൽ എടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവർക്ക് പേടിയാണ്. സത്യം പറഞ്ഞാൽ അവർക്ക് പേടിയാണ് ഇവിടെ വന്നിട്ട് സ്ഥലം എടുത്തിട്ട്. കാരണം കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇത് പൈസ കൊടുക്കുന്നതിന് യാതൊരു എത്ര കോടികൾ വേണമെങ്കിലും മുടക്കാം എങ്കിൽ പോലും അവർക്ക് ബുദ്ധിമുട്ട്, കാരണം ചില പേടി കാരണം അവർക്ക് ഒരു കാരണവശാലും ആ ഒരു ഇതിലേക്ക് വരുന്നില്ല. അവർ മേടിക്കാനോ അല്ലെങ്കിൽ ഇതാകാനായിട്ട് അവർ ഇതാവുന്നില്ല. മാത്രമല്ല ഇത് വളരെ ഭദ്രകാളിന് മറ്റേ കളരി പരമ്പര ദേവതയാണ്. രണ്ടാംകുറ്റി പണിക്കർ എന്ന് പറയപ്പെടുന്ന ഒരു വലിയ ഒരു തറവാട് ഇവിടെ ഉണ്ടായിരുന്നു. പണിക്കർമാരുടെ തറവാട് ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ വകയായിരുന്നു ഇത്. അത് കഴിഞ്ഞിട്ട് അവരുടെ അന്യം നിന്ന ആൾക്കാരൊക്കെ ഇതായപ്പോൾ മധുരത്താറ്റ് ഇല്ലത്തേക്കും കുഴിക്കാട്ട് ഇല്ലത്തേക്കുമായിട്ട് ഭരണ അവകാശം എഴുതി ഇതാവുകയായിരുന്നു. അങ്ങനെ ലയിച്ച് അങ്ങനെ പിന്നെ ഇപ്പോൾ മുതൽ ഞങ്ങൾ മധുരത്താറ്റില്ലക്കാരും കുഴിക്കാട്ടില്ലക്കാരും കൂടിയാണ് ഇതിന്റെ ഭരണ സംവിധാനങ്ങൾ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ശ്രീഭദ്രകാളിയുടെ അനുഗ്രഹങ്ങളെ കുറിച്ച് നാട്ടുകാർ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളെയൊക്കെ തന്നെ പിടിച്ചു നിർത്തിയേക്കുന്നത് തന്നെ വളരെ വലിയൊരു അത്ഭുതമാണ്. അത് നമ്മളൊക്കെ വിളിച്ചാൽ വിളിപ്പുറത്തുനിന്നുള്ള രീതിയിലാണ് നിൽക്കണേ. പല പ്രശ്നങ്ങളും ഞങ്ങളുടെ സൈറ്റുകളിലും കാര്യങ്ങളും ഒക്കെ ആയിട്ടും ബിസിനസ്സായിട്ടും ഒക്കെ വരണ്ട്. അപ്പോഴൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക. കുറെ തരാനല്ല പറയാ, മനസമാധാനം കിട്ടുക എന്ന് പറയാ. അപ്പൊ എല്ലാം ആയല്ലോ. അപ്പൊ എല്ലായി. ഏകദേശം 300 വർഷങ്ങൾക്ക് മുൻപ് ഈ ക്ഷേത്രത്തിലെ പൂജാരിയായ വൃദ്ധ ബ്രാഹ്മണൻ തന്റെ പൂജകൾ തുടങ്ങുന്നതിന് കുളിച്ചൊരുങ്ങുവാനായി കുളിക്കടവിലെത്തി. എന്നാൽ അവിടെ കണ്ട കാഴ്ച അതീവ സുന്ദരിയായ ഒരു കൊച്ചു പെൺകുട്ടി കുളിക്കുവാനായി കുളക്കടവിലേക്ക് ഇറങ്ങുന്നു. അത്ഭുതപ്പെട്ടു നിന്ന ബ്രാഹ്മണനോടായി ഈ കുട്ടി പറഞ്ഞു, തിരുമേനി കാത്തു നിൽക്കുക, ഞാൻ കുളിച്ചു കഴിഞ്ഞതിന് ശേഷമാകട്ടെ തിരുമേനിയുടെ കുളിയെന്ന്. പണ്ട് ഇതേപോലെ ഒരു ബ്രാഹ്മണൻ, അച്ഛനല്ലായിരുന്നു, വേറെ സ്വാമിയായിരുന്നു ഇവിടെ പൂജ നടത്തിക്കൊണ്ടിരുന്നത്. അത് ഒരു 300 വർഷങ്ങൾക്കപ്പുറമായിരിക്കാം ഏകദേശം. അദ്ദേഹം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ രാവിലെ വന്നു. അന്ന് സമയം അറിയാനുള്ള സംവിധാനങ്ങളൊക്കെ കുറവായത് കാരണം അദ്ദേഹം വന്ന ഉടനെ തന്നെ നേരെ പോയി കുളിക്കാനായിട്ട് കുളത്തിൽ അവിടെ ആ ഭാഗത്ത് അവിടെ ചെന്ന് നോക്കിയപ്പോ അവിടെ അതീവ സുന്ദരിയായ ഒരു കുട്ടി, വളരെ കൊച്ചുകുട്ടി എന്നിട്ട് കുളിക്കുന്നു. ആ സമയത്ത് അപ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് അവിടെ ഒരു ഭയങ്കര ഒരു താല്പര്യമായി. എന്താ കുട്ടി ഇങ്ങനെ കുളിക്കണ ഈ സമയത്ത്, എന്താണ് എനിക്ക് കുളിക്കണ്ടേന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അദ്ദേഹം ഈ കുട്ടി പറയാണ്, തിരുമേനി ഇവിടെ നിൽക്കൂ, ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് കുളിച്ചാൽ മതി, എൻ്റെ കുളിയൊക്കെ കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ തിരുമേനിയോട് പറഞ്ഞു. തിരുമേനി അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ നിന്നിട്ട് കുട്ടി ഇങ്ങനെ, അപ്പോഴും വേറൊരു കാര്യമാണ്, കാരണം ഈ പുള്ളി സാധാരണ ലെവലിലേക്ക് വന്നില്ല എന്നുള്ളതാണ്. പുള്ളി അത് കഴിയുമ്പോഴും സാധാരണ മൈൻഡിലേക്ക്, ബുദ്ധിപരമായ മൈൻഡിലേക്ക് തിരുമേനി വരുന്നില്ല. ഇതെന്താണ് എങ്ങനെയാണെന്നുള്ള വിശകലനം ചെയ്യാനുള്ള ബുദ്ധിയിലേക്ക് എത്തിയിട്ടില്ല. അദ്ദേഹം എന്നിട്ട് വേഗം പോയി കുളിച്ചിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് കാര്യങ്ങൾ ഈ പുള്ളി തുറന്ന്, ഈ സാധാരണ ഇത് ലെവലിലേക്ക് എത്തിയിട്ട് രാവിലെ ആവുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞിട്ടാണ് പുള്ളി രാവിലെ. അപ്പം പുള്ളിക്ക് കാര്യം പിടികിട്ടി. വെച്ചാൽ 12 മണിക്ക്, ഏകദേശം ഒരു 12 മണിക്ക് അദ്ദേഹം വന്നിട്ടുണ്ട്, കുളിക്കാനായിട്ട് വന്നിട്ടുണ്ട്. 12 മണിക്ക് ആ സമയത്ത് ഒരു കാരണവശാലും ഇവിടെ വരാൻ പാടില്ലാത്ത ഒരു ഇതാണ്. ഗുരുതിയൊക്കെ നടത്തുന്ന സ്ഥലമാണ്. ഗുരുതിയിൽ എന്ന് പറഞ്ഞാൽ, ഗുരുതി പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഗുരുതി നടന്നു കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് പോകാൻ പാടില്ല. വിളിച്ച വെളിപ്പുറത്തുനിന്നുള്ള രീതിയിലാണ് ഇവിടെ പൊതുവെ നാട്ടുകാരും ഈ റിഫൈനറിയിലെ ഒട്ടുമിക്ക കോൺട്രാക്ടേഴ്സും എന്തെങ്കിലും ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ വന്ന് തൊഴുത് അല്ലെങ്കിൽ അവരുടെ സൂപ്പർവൈസർമാരുടെ അതിൽ വഴിപാടുകളെല്ലാം കഴിച്ചിട്ടാണ്
ഈ റിഫൈനറിൽ അതുപോലെ തന്നെ പരിസരത്തുള്ള ഫാക്ടറികളിലൊക്കെ ഒരു വർക്കുകളൊക്കെ തുടങ്ങുന്നത്. ഭക്തർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ വിളിച്ചാൽ വിളിപ്പുറത്താണ്. കാരണം എത്രയോ ആൾക്കാർ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാറുണ്ട്. എൻ്റെ മകൻ ഇങ്ങനെ എന്നെ തല്ലുന്നു, എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ട് എൻ്റെ ഭ്രാന്തിയാക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ പറഞ്ഞിട്ട് ഞാനപ്പോൾ പറയും, നിങ്ങൾ ഇവിടെ വന്നിട്ട് അമ്മയെ ചെന്ന് ശരണം പ്രാപിക്കും, അമ്മയെ ചെന്നിട്ട് കാര്യം പറയൂ, അച്ഛനോട് വന്നിട്ട് അവിടെ വന്നിട്ട് അതിൻ്റെ വഴിപാടുകൾ, നിസ്സാരമായ ചെറിയ ചെറിയ വഴിപാടുകളായാലും അത് ചെയ്തിട്ട് നമ്മൾ സാഷ്ടാംഗം ഇതായി കഴിഞ്ഞാൽ, വീണ് ഇതായി കഴിഞ്ഞാൽ, കരഞ്ഞാൽ അതിന് കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് ഇത് കിട്ടും. പണ്ടുകാലത്ത് ഈ ക്ഷേത്രത്തിനോട് ചേർന്നായിരുന്നു പൊതുവഴി. ഈ ക്ഷേത്രത്തിന്റെ ഇടതുഭാഗത്തായി ഒരു പാലമരം സ്ഥിതി ചെയ്തിരുന്നു എന്നും ആ പാലമരത്തിൽ നിറയെ യക്ഷികളുണ്ടായിരുന്നു എന്നും ഇവർ പറയുന്നു. യക്ഷികളുടെ ശല്യമുണ്ട്, അമ്മ കാക്കുണ്ട്, അതൊക്കെ കേട്ടുകേൾവിയാണ്. പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ ചിത്രപ്പുഴ പാലം ഉണ്ടായിരുന്നില്ല, അന്ന് കടത്തായിരുന്നു. ആ കടത്ത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കിഴക്കുന്നുള്ളവരെന്ന് പറഞ്ഞാൽ ഈ കുഴിക്കാട്, അടൂർക്കര മുതലേ എല്ലാ ഭാഗത്തു നിന്നുള്ളവരും കൃഷിക്കാരാണ് എല്ലാവരും. അന്ന് തൃപ്പൂണിത്തറ ഒരു ചന്തയുള്ളത്. അപ്പം ഈ ചിത്രപ്പുഴ പാലം കയറി, പാലം അന്നില്ല, അപ്പം കടത്ത് കയറിയിട്ട് വേണം പോകാൻ. കടത്ത് കയറി അവർ പോയി സാധനം കൊടുത്ത് വന്നു കഴിയുമ്പോൾ രാത്രി വളരെ വൈകും. അവിടെ വിറ്റ് ഒക്കെ പൈസ കിട്ടിയിട്ടാണല്ലോ ആളുകൾ തന്നെ. അക്കാലത്തൊക്കെ ആളുകൾ ഈ ദേവിയെ വിചാരിച്ച് അങ്ങനെ കടന്നു പോകണതായിട്ട് കേട്ടുകേൾവിയുണ്ട്. പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശനമുള്ള ശ്രീഭദ്രകാളി ക്ഷേത്രം ഭക്തർക്ക് ഏറെ അനുഗ്രഹങ്ങൾ വാരിച്ചൊരിഞ്ഞു നൽകുന്നു. ചില അത്ഭുത സ്വപ്ന ദർശനങ്ങൾ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ്. ഈ പണ്ട് ഇതേപോലെ ഈ ഹരിജന വിഭാഗത്തിൽപ്പെട്ട ഒരു പുള്ളി ഇതേപോലെ കുളത്തിലിങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹരിജന വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. ഈ കുളത്തിൽ തന്നെ അങ്ങനെ കുളിക്കാനായിട്ട്, അത് പകലാണെന്ന് തോന്നുന്നു, പകലാണ്. അപ്പോൾ ഈ ശാന്തിക്കാരൻ വന്നതിന് ശേഷം കുളിക്കാനായിട്ട് വന്നപ്പോൾ ഇങ്ങനെ പുള്ളി അവിടെ വന്നിട്ട് കുളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ തിരുമേനി അവിടെ നിൽക്ക്, എൻ്റെ ഗുളിയൊക്കെ കഴിഞ്ഞിട്ട് മതി എന്നുള്ള നിഷേധാത്മകമായ രീതിയിൽ പുള്ളി സംസാരിച്ചു. അപ്പോൾ ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം കുറച്ചു നേരം നിന്നു. ഇല്ല, ഇദ്ദേഹം മനഃപൂർവ്വം ഇദ്ദേഹത്തെ കളിയാക്കാനുള്ള തീരുമാനം തന്നെയാണ്. അപ്പോൾ കാരണം ഇദ്ദേഹം വേഗം അവിടെ നിന്ന് പോന്നിട്ട് ഇവിടെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി പല വഴി ഒഴിച്ചിട്ട് തോർത്താതെ അകത്തേക്ക് കയറിയതാണ്. എന്നിട്ട് പൂജയ്ക്ക് വേണ്ടിയിട്ട് അകത്ത് കയറിയപ്പോഴത്തേക്കും അന്ന് ഇതേപോലെ ഓർമ്മയിലുള്ള ആൾക്കാർ പറയുന്നതാണ്, ഈ ഒരു സ്ത്രീ, അതിസുന്ദരിയായ ഒരു സ്ത്രീ ഇതേപോലെ ഏതോ ഒരു ഇതിൽ കൂടെ വന്ന് വിത്ത് വിതയ്ക്കുന്ന പോലെ ഈ ഭാഗത്തേക്ക് വിതച്ചിട്ട് പോയിരുന്നു. അന്ന് പിറ്റേ ദിവസം മുതൽ ഈ കോളനിയിൽ മൊത്തം മസൂരി അങ്ങ് പടർന്ന് പിടിച്ചിട്ട് ഈ ഹരിജന വിഭാഗത്തിന്റെ ആൾക്കാർ മൊത്തം ഒരു മാതിരി ആൾക്കാർ ഈ മസൂരിയിൽ അകപ്പെട്ട് ജീവനോടെ അല്ലാതെ ഇവിടെ തന്നെ കുഴി എടുത്തിട്ട് ഇവിടെ നികത്തിയിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത്രമാത്രം ആൾക്കാർ അതിൽ പേടിച്ച് ജനം ഇപ്പോഴും അതെ, ആ ഭീതി എന്ന് പറഞ്ഞാൽ ഭീതി തന്നെയാണ്. ഇപ്പം ഇതിൻ്റെ ഒരു ഏറ്റവും അകന്ന ബന്ധുക്കള് ഇപ്പോഴും കരിമുകൾ ഭാഗങ്ങളിൽ, കോളനിയിൽ അവിടെയൊക്കെ താമസിക്കുന്നില്ല. ഏറെ അത്ഭുതം ജനിപ്പിക്കുന്ന ഒന്നായിരുന്നു അത്. 6 അടി പൊക്കത്തിലുള്ള 4 ഇഞ്ചോളം വീതിയുള്ള പച്ചപ്പട്ടുടുത്ത അതീവ സുന്ദരിയായ ഒരു സ്ത്രീരൂപം പെട്ടെന്ന് ദർശനത്തിൽ വന്ന് തന്റെ തലയിൽ ഒരു വലിയ ആണി അടിച്ചിരിക്കുന്നു ഉണ്ണി, രക്ഷയ്ക്കായി എന്തു ചെയ്യണം എന്നറിയില്ല എന്ന് വിലപിക്കുന്ന ആ സ്ത്രീയുടെ അത്ഭുത ദർശനം വിവരിക്കുകയാണ് ഈ ഭക്തൻ. 3 വർഷങ്ങൾക്കപ്പുറം ഞാനിത് ഭയങ്കരമായിട്ടൊരു സ്വപ്നം കണ്ടു. ഈ ഭഗവതിയെ എന്ന് വെച്ചാൽ നേരിട്ട് കണ്ട പോലെയുള്ള ഒരു സ്വപ്നം. എന്നുവെച്ചാൽ ഏകദേശം ഒരു 6 അടി കൂടുതൽ പൊക്കത്തില് അതീവ സുന്ദരിയായതും ഈ പച്ച കസവിന്റെ ഈ വീതിയിലുള്ള പച്ച എന്നുവെച്ചാൽ ഒരു 4 ഇഞ്ച് വീതി ഉള്ള പച്ച കസവും മുണ്ടുടുത്ത് ഇങ്ങനെ അജാനബാഹുവായ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു സ്ത്രീരൂപം ഐശ്വര്യമായ ഒരു സ്ത്രീരൂപം വന്നിട്ട് എൻ്റെ അടുത്ത് നിന്ന് വന്നിട്ട് പറയാണ്, ഉണ്ണി എൻ്റെ തലയിൽ ആണി അടിച്ചു വെച്ചിരിക്കുകയാണ്, എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റില്ല എന്നിങ്ങനെ. അങ്ങനെ ഒരു പെട്ടെന്ന് തന്നെ അത് സ്വപ്ന ദർശനമാണ്. പക്ഷെ എങ്കിലും ഇത് ഭയങ്കരമായിരുന്നു ആ കാഴ്ച എന്ന് പറഞ്ഞാൽ. അതൊരു സാധാരണ ലെവലിൽ ഒരു സ്ത്രീയെ കാണുന്ന പോലെയൊന്നുമല്ല, അതിനപ്പുറമായിരുന്നു. അതിനപ്പുറത്തപ്പുറത്ത് വിവരിക്കാൻ പറ്റാത്ത വന്ന് ഇങ്ങനെ പറയണം, എൻ്റെ ഉണ്ണി എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചത്. അപ്പം ഞങ്ങൾ ഉണ്ണിമാരാണ് വെച്ചാൽ ഈ ആശ്രിതരാണല്ലോ. അത് കഴിഞ്ഞ് ഞാനും ഉടനെ എന്ന് പറഞ്ഞാൽ എനിക്ക് ആ പടം എന്താ പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്കുള്ള ഒരു ഇതുണ്ടായി. അതിന് ഞാൻ മറ്റേ ഇവിടുത്തെ കമ്മിറ്റിയിലുള്ള
ശിവൻ ചേട്ടൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതെന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ തോന്നിയത് എന്നുള്ളതിനെ പറ്റിയൊന്നും എനിക്കറിയില്ല. പക്ഷെ എങ്കിലും അതൊരു സത്യം തന്നെയായിരിക്കും, അത്ര ശക്തി. പണ്ടുകാലത്ത് സായിപ്പിന്റെ സാന്നിധ്യത്തിൽ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ ആന പ്രദക്ഷിണം വെച്ച് നടക്കൽ വന്നിരുന്നാൽ ദേവി എവിടെ ഉണ്ട് എന്നും, ആന നടക്കൽ ഇരിക്കാതെ നീങ്ങിപ്പോയാൽ ദേവി ഇവിടെ ഇല്ല എന്നും ഉറപ്പിക്കാമെന്ന് പ്രശ്നത്തിൽ പറയുന്നു. എന്നാൽ ആന അവിടെ വന്ന് കൃത്യമായി ഇരുന്നു. അതോടുകൂടി ജനമൊന്നാകെ ഉറപ്പിക്കുന്നു ദേവി എവിടെ ഉണ്ട് എന്ന്. സായിപ്പും കൂട്ടരും പരാജയപ്പെട്ടു മടങ്ങിപ്പോകുന്നു. മൂന്നാംകുറ്റി പണിക്കന്മാരാണ് ഇവരുടെ കളരി പരദേവതകളിൽപ്പെട്ട ഭദ്രകാളി പ്രതിഷ്ഠയാണ് ഇവിടെ. ദേവിയെ ഇവിടുന്ന് മാറ്റാൻ വേണ്ടി പലവട്ടം BPCL കൊച്ചി റിഫൈനറിൽ പലരും ശ്രമിച്ചതായിട്ടാണ് കേട്ടുകേൾവി. അത് പേടിച്ച് പിന്മാറും. മറ്റു ചില കാരണങ്ങളാൽ പ്രശ്നം വച്ചിട്ടൊന്നും അതിൽ തെളിവ് കിട്ടിയിട്ടില്ല. പണ്ട് കാലത്ത് സായിപ്പ് പ്രോക്കോൺ എന്ന് പറയുന്ന കമ്പനി ഉണ്ടായിരുന്നു. അവരാണല്ലോ ഇവിടെ BPCL ചെറിയ തോതിൽ തുടങ്ങുന്നത്. അപ്പോൾ ആ കാലത്ത് സായിപ്പൊക്കെ വന്ന് പ്രശ്നം വെച്ചപ്പോൾ ഒരു ആന പ്രദർശനം വെച്ച് വന്നിട്ട് നടക്കി ഇരുന്നാൽ ദേവി അവിടെ ഇരിക്കും, ആന നടക്കി ഇരിക്കാതെ നീങ്ങി പോവുകയാണെങ്കിൽ ദേവി ഇവിടുന്ന് പോകുന്നൊരു കേട്ടുകേൾവിയുണ്ട്. പക്ഷെ ആന പ്രദർശനം വെച്ച് നടക്കി വന്നിരുന്നു എന്നാണ് ഇത്. വളരെ ഉള്ളതിൻ്റെ തെളിവാണ്. അത് 65-70 കാലങ്ങളിലുള്ള കമ്പനി തുടങ്ങണ കാലത്തുള്ളതാണ്. അമ്പലത്തുങ്കാവ് ശ്രീഭദ്രകാളി ക്ഷേത്രത്തിൽ നിത്യപൂജ പാടില്ല, തന്ത്രിപൂജ മാത്രമേ പാടുള്ളൂ എന്ന് ഇവർ പറയുന്നു. നിത്യപൂജ നിരന്തരം തുടർന്നാൽ ശക്തി വർദ്ധിച്ച് പിടിച്ചു നിർത്തുവാനാകാത്ത വിധം ഉയരങ്ങളിലേക്കെത്തി അത് അപകടങ്ങളിലേക്ക് ചെന്നെത്തുമെന്ന് ഇവർ വിശ്വസിക്കുന്നു. ഇവിടെ നിത്യപൂജ എന്ന് പറയുന്നത് പാടില്ല. നിത്യപൂജയായിട്ടുള്ള നിവേദ്യമായിട്ടേ പാടുള്ളൂ. നിത്യപൂജ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കരവും. തന്ത്രിയെ കൊണ്ടേ പൂജിക്കാം, തന്ത്രി മാത്രമേ പൂജിക്കാവുള്ളൂ. ഞങ്ങൾക്ക് പൂജിക്കാൻ പാടില്ല. പൂജ അറിയാമെങ്കിൽ തന്നെ ഞങ്ങൾക്ക് അങ്ങനെ നിത്യം പൂജ നടത്തി കഴിഞ്ഞാൽ ശക്തി ഭയങ്കരമായിട്ട് കൂടും. അപ്പം പിടിച്ചാൽ നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങും. അപ്പം അതുപോലെ തന്നെ ഗുരുതി ഉണ്ടാവാറുണ്ട്. ഈ ഗുരുതി എന്ന് പറഞ്ഞാലും അതെ ഒരു 10 ഒന്നും പാടില്ല. കാരണം അത് തന്ത്രി തന്നെ തീരുമാനിച്ചു. ഏകദേശം ഒരു 5 എണ്ണത്തിൽ കൂടുതൽ വർഷത്തിൽ 5 എണ്ണത്തിൽ കൂടുതൽ ഗുരുതി പാടില്ല. കാരണം വെച്ചാൽ അതും ഈ പറഞ്ഞ പോലെ ശക്തി വർദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിന് നാട്ടിനൊക്കെ അതൊരു പോസിറ്റീവ് ആണെങ്കിൽ പോലും അത് താങ്ങാൻ പറ്റാത്തൊരു ലിമിറ്റിലേക്ക് വരും. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം സ്വന്തമാക്കുവാനായി കൊച്ചിൻ റിഫൈനറി ഏറെ വർഷങ്ങൾക്ക് മുൻപ് നിറയെ ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നും, എന്നാൽ ദേവിയുടെ ശക്തമായ ഇടപെടലുകൾ അന്ന് കണ്ടിരുന്നു എന്നും ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. 1992-93 കാലമാണെന്ന് തോന്നുന്നു. ഞാനിവിടെ കോൺട്രാക്ടറായിരുന്നു. 86 മുതൽ കോൺട്രാക്ടർ. അന്ന് കമ്പനിക്കൊരു അഗ്നിബാധ ഉണ്ടായിരുന്നു. അതായത് വാഗൺ ലോഡിങ്ങിൻ്റെ അടുത്ത് വെച്ച് വെറുതെ തീ പിടിക്കുകയാണ്. 50 ഡിഗ്രിക്ക് ചൂടി കൂടുതലായാലും തീ പിടിക്കണേ. ഇതുവരെ ഉണ്ടാവാത്തൊരു സംഭവമാണ്. അത് എല്ലാ വാഗണും കുറേ അധികം കത്തി. അപ്പോഴേക്കും തൊഴിലാളികളും കോൺട്രാക്ടർ തൊഴിലാളികളും ഒക്കെ കൂടി വന്ന് തള്ളി മാറ്റിയൊക്കെ അത് മാറ്റി. കൃത്യം ഒരാഴ്ചക്കുള്ളിൽ വീണ്ടും കത്തുപിടിച്ചു. വാഗണ് കണ്ടമാനം കത്തിപ്പോൾ ഒരേ സാധനം. സാധാരണ ഇവിടെ സംഭവിക്കില്ലാത്തൊരു കാര്യമാണ്. അത് പിന്നെ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഈ ദേവി ക്ഷേത്രവുമായിട്ട് വളരെ സഹകരണം ഉണ്ടെന്നാണ് അറിയാൻ കഴിയണത്. പല കാര്യങ്ങളും പൂജയും ഒക്കെ നടത്തിയിട്ടാണ് കമ്പനി പ്രവർത്തനങ്ങൾ പുതിയ പ്ലാന്റുകൾ IREP ഒക്കെ അങ്ങനെയാണെന്നാണ്. എല്ലാവരും ഇവിടെ കരാറുകാരായിട്ടുള്ളവരും അല്ലാത്തവരും ഇവിടെ ഇന്ത്യൻ ഓയിൽ ഓടിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഭയങ്കര ഭക്തിയാണ് അവർക്ക്. തമിഴ് ജാതി അതിൽ ജാതി മതവും ഇല്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ദേശഭേദവും ഇല്ല. കാരണം തമിഴ്നാട്ടിൽ നിന്നുള്ളവരും ഈ പുറത്തുനിന്ന് തന്നെ മഹാരാഷ്ട്ര, ആന്ധ്ര എല്ലായിടത്തുനിന്ന് വന്നവരും വഴിപാടും ഉത്സവകാലത്ത് അവർ നല്ലൊരു തുക പിരിച്ച് ഇവിടെ എത്തിക്കും. ഈ സദ്യ കഴിക്കാതെ ആരും പോവില്ല. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അമ്പലത്തിന്. ഈ വിസ്മയ ലോകത്ത് എന്തൊക്കെ അത്ഭുതങ്ങൾ നടക്കുന്നു. അതിൽ ശരിയേത് തെറ്റേത് എന്ന് ചെയ്യുന്നതിൽ അർത്ഥമില്ല. മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്നത് എന്താണോ അതിനെ പിന്തുടരുക. ഈ ആഴ്ചയിലെ വിസ്മയ കാഴ്ചകൾക്ക് വിട നൽകി ഞങ്ങൾ യാത്രയാവുകയാണ്.